അറ്റാക്ക് വന്ന് മരിച്ചുപോയ ആൾക്കാരുണ്ട്. മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെ അവര് 6 കൊല്ലത്തിന് മുമ്പ് നമ്മളൊരു കൂട്ടുകാരൻ കാട്ടുപോത്ത് ഇടിച്ച് മരിച്ചു. പോയ വേറെ ഗൈഡിന്റെ കാലുമില്ല. നമുക്ക് പറ്റിയ ഒരു അബദ്ധം, നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് കൊണ്ടുവന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ കൊണ്ടുവന്ന് ഒരു കത്തിയും ഒരു ചെത്തിയും പോലീസുകാർ കൊണ്ടുപോയി. അത് സുഹൃത്തുക്കൾ, അങ്ങനെ പിക്കറ്റ് പോയിന്റിൽ നിന്ന് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആ ചെക്കിങ്ങിൻ്റെയും മറ്റും വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ തിക്താനുഭവങ്ങളുണ്ടായി, അതേക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ കണ്ടില്ലേ, എൻ്റെ പിറകിൽ ഇങ്ങനെ കാട്ടരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ്, എനിക്ക് തോന്നുന്നു ഈ ഒരു സംഘത്തിൽ നമ്മൾ ഏകദേശം 10-12 പേരുണ്ട്. അപ്പോൾ ഈ സംഘത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് നടന്നു പോകുന്നത് ഞാനാണ്. ഇത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾസ് 2 പേരും എൻ്റെ മുമ്പേ വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൈഡ് ചേട്ടനാണ് ആ കഴുത്തിലൊരു കുടയോട്ടുകൊണ്ട് നമ്മുടെ ഫ്രണ്ടേ പോകുന്നത്. ഞാനിങ്ങനെ നടന്ന് നമ്മുടെ ഗൈഡ് ചേട്ടൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഗൈഡ് ചേട്ടൻ ആണ് ഈ വരുന്നത്. ചേട്ടാ പേരെന്താ ചേട്ടാ? സതീശൻ. സതീശൻ ചേട്ടാ, നമ്മുടെ ചേട്ടാ എത്ര നാളാണ് ഇവിടെ? 9 വർഷമായിട്ട് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ കൂടെ ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും നാളത്തെ യാത്രയിൽ ചേട്ടൻ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം പറയാനുണ്ട്? ഇത് നമ്മൾ ഓരോ ദിവസവും ഓരോ ടീമിൻ്റെ കൂടെ പോകുമ്പോഴും അനുഭവം മാത്രമേ ഉള്ളൂ. വെറൈറ്റികളാണ് വരുന്നത്. ആളുകളായിരുന്നാലും ദിവസങ്ങളായിരുന്നാലും നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ചിലപ്പം മഴ, അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല. മുകളിൽ സെക്കൻഡുകളും മിനിറ്റുകളും മാറി മാറിയാണ് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അവിടെ. നമ്മുടെ ഈ യാത്രയിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുവരെ ഇങ്ങനെ പോയി ചേട്ടൻ്റെ അനുഭവത്തിൽ കയറിയിട്ട് പകുതി വഴിക്ക് വെച്ചിട്ട് ബാക്കി പോകാൻ പറ്റാതെ നിന്നിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പകുതി പോലെ തന്നെ ഈ അറ്റാക്ക് വന്ന് മരിച്ചുപോയ ആൾക്കാരുണ്ട്. മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പോൾ എങ്ങനെ അവരെ തിരിച്ചെത്തിക്കുന്നത്? അത് നമ്മൾ 2 കമ്പ് വെട്ടിയിട്ട് ഉള്ള ബെഡ്ഷീറ്റ് കെട്ടി അത് അവരെ എടുത്തുകൊണ്ട് വരികയാണ്. 4 പേര് ചുമന്നു കൊണ്ടുവന്നു. ഇല്ലെന്നെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ മുകളിൽ അതിലെ ക്യാമ്പിൽ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് സ്ട്രെച്ചർ കൊണ്ടുവരും. അല്ലെങ്കിൽ സ്ട്രെച്ചർ ഇവിടെ നിന്ന് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്ട്രെച്ചറിൻ്റെ ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് കമ്പ് വെട്ടി കൊണ്ടുവരും. അല്ലാതെ ഈ ആന, പുലി അങ്ങനെയുള്ള ആക്രമണം അങ്ങനെയുണ്ട്? അതുണ്ടായിട്ടുണ്ട്. ആനയായിരുന്നാലും കാട്ടുപോത്തായിരുന്നാലും 6 കൊല്ലത്തിന് മുമ്പ് നമ്മളൊരു കൂട്ടുകാരൻ കാട്ടുപോത്ത് ഇടിച്ച് മരിച്ചു. ഇത് പൊങ്കല പറക്കി തയ്യാറായിരുന്നു. കൂട്ടത്തിൽ ബാക്കിൽ പോയ വേറെ ഗൈഡിന്റെ കാലുമില്ല. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. ആന പിന്നെ വരുന്നവർ ഒരുപാട് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ കാട് ശ്രദ്ധിച്ച് പോയാൽ നല്ലത്. വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലല്ലോ. മുകളിലൊരു ക്യാമ്പ് ഉണ്ടല്ലോ ഇവിടുന്ന്? അതിരുമല ക്യാമ്പ്. അതിരുമല. അപ്പോൾ ഈ അതിരുമല ക്യാമ്പ് വരെ ഇവിടുന്ന് എത്ര ദൂരം വരും? 12 കിലോമീറ്റർ. 12 അവിടെ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ എത്ര ദൂരം നമ്മളെ കൂടെ കാണും ഇവിടുന്ന്? ഞാൻ ഇവിടെ മൊത്തം 4 കിലോമീറ്റർ. കരമനയാർ എന്ന് പറയുന്നത്. കരമനയാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടില്ലേ, വളരെ പാടാണ്. ഞാനും വിചാരിച്ച് ഈ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ പാറയിൽ നമ്മൾ ചവിട്ടി കാല് തന്നാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കാര്യം നമ്മൾ ഈ ക്യാമറയിൽ നോക്കി നടക്കുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കാരണം ഇതിപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്ന് കണ്ടില്ല, ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ സൈഡിൽ ഇങ്ങനെ അരുവിയുണ്ട്. നമ്മുടെ ചേട്ടൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വായൊക്കെ കഴുകി ഇങ്ങനെ പോവുകയാണ്. എൻ്റെ പിറകിൽ ഹീയും ഒരു കമ്പ് ഊന്നിപ്പിടിച്ച് തന്നെ നടന്ന് വരുന്നുണ്ട്. അയ്യോ സുഹൃത്തുക്കളെ, അത് ഇവിടെ വളരെ ഒരു
അപൂർവമായ ഒരു കാഴ്ച. ഇതാ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ക്ഷേത്രം കണ്ടു കേട്ടോ. ഇപ്പോഴും ഞാൻ ആദ്യം ഒരു ക്ഷേത്രം, ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കാണിച്ചു തന്നാൽ ഇവിടെ ഒരു ക്ഷേത്രം, പക്ഷേ ഇവിടെ പ്രതിഷ്ഠ ഒരു ഗണപതിയാണ്. അങ്ങനെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഗണപതിയുടെ പ്രതിഷ്ഠയും എലിക്കുഞ്ഞും ഇതോ അവിടെ കുറച്ച് ചന്ദനം, വിളക്ക്, അതിനിങ്ങനെ ഒരു ചുറ്റിലൊരു ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ കെട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് അല്ലേ നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്ന സംഭവം. കണ്ടില്ലേ, കാടിൻ്റെ അകത്ത് ഇവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞു കുഞ്ഞ് വിശ്വാസങ്ങളാണ്. ഇവിടെ നമ്മുടെ സഹയാത്രികരെല്ലാവരും ക്ഷീണിച്ച് പകുതി വഴിയിലിരിപ്പായി കേട്ടോ. നമ്മുടെ ഷീയൊക്കെ അങ്ങനെ നിൽക്കണം. നമ്മുടെ ഗൈഡ് നമ്മുടെ ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇതിലൊരു വലിയൊരു അബദ്ധം നമുക്ക് സംഭവിച്ചത് ഞാൻ കാരണം ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അല്ല ലേറ്റ് ആയതല്ല, നമുക്ക് പറ്റിയ ഒരു അബദ്ധം. നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് കൊണ്ടുവന്ന്, ഒരുപാട് പ്രതീക്ഷകളോടെ കൊണ്ടുവന്ന ഒരു കത്തിയും ഒരു ചെത്തിയും പോലീസുകാർ കൊണ്ടുപോയി. അത് എൻ്റെ അതിബുദ്ധി കാരണമാണ്. കാരണം ഞാൻ വിചാരിച്ച് നമ്മൾ പുരുഷന്മാരായതുകൊണ്ടും പിന്നെ ഞാൻ ഈ താടിയൊക്കെ വളർത്തിയിരിക്കുന്നത് കണ്ടു എന്നെ കാണുമ്പോൾ ഒരു കഞ്ചാവിൽ കൊണ്ടെന്ന് സംശയിച്ചു അവരെൻ്റെ ബാഗ് പൂർണ്ണമായിട്ടും പരിശോധിക്കുമെന്നുള്ള ഒരു മണ്ടത്തരത്തിൽ ഞാൻ എന്ത് ചെയ്ത്, ഈ നിഷ്കളങ്കത തോന്നിക്കുന്ന ഈ സ്ത്രീകളുടെ ബാഗിൽ എൻ്റെ കത്തിയും ചെത്തിയും ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി വെച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ, എന്നെ പരിശോധിച്ച പോലീസുകാരനെന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എൻ്റെ ബാഗ് ചെക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് തുണികളല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മുടെ ഷീയെയും പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് കേട്ടോ, എന്ന് വെച്ചാൽ ലേഡി പോലീസാണ്. സത്യം പറഞ്ഞാൽ ഈ ആത്മാർത്ഥത ഇച്ചിരി കൂടുതലാണെന്ന് പറയുമല്ലോ നമ്മൾ ഈ സ്ത്രീ പോലീസുകാർക്ക്. അപ്പോൾ അതാണ് ഇവിടെ പറ്റിയത്. ഇവരുടെ ബാഗ് പരിശോധിച്ച് ഓരോ കുഞ്ഞറകളിലും എന്തൊക്കെ. അപ്പോൾ എൻ്റെ സംശയം എന്താണെന്നറിയാമോ, ശരിക്കും എൻ്റെ ഒരു തോന്നലാണ് എന്നെ കാണുമ്പോൾ ഒരു ഫ്രോഡ് ലുക്കാണെന്നുള്ളത്. ഇനി ഇവരെ കാണുമ്പോഴാണ് ഫ്രോഡുകളായിട്ട് തോന്നുന്നത്. അപ്പോൾ അതാണ് എൻ്റെ സംശയമാണ്. എന്നെ ചെക്ക് ചെയ്തില്ല, ഇവരെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മണ്ടത്തരം എനിക്ക് പറ്റി. അങ്ങനെ ശരിക്കും ഈ കത്തി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാര, ഉപ്പ്, ദിവസമായിട്ട് സാധനം കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നാരങ്ങ നമ്മൾ കടിച്ച് മുറിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഇനി ആ ചെത്തി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ചെത്താൻ വേണ്ടിയിട്ടൊക്കെ എടുത്താണ്. പിന്നെ ഈ കത്തി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ കാട്ടിലൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ അല്ലേ ഷീ? പെട്ടെന്ന് നമ്മളെ ഏതെങ്കിലും ഒരു കടുവയോ പുലിയോ ആക്രമിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ? നമ്മൾ ഗൈഡിനെ വിളിക്കും, ഗൈഡ് ഓടി വരുമ്പോഴില്ല, അണ്ണന് വഴി അറിയാം, ഓടി രക്ഷപ്പെടും. അതാണ് ഗൈഡ് അണ്ണനെ കാണാനില്ല, പാവം. പക്ഷെ അത് പാവം കേട്ടോ, നല്ലൊരു മനുഷ്യൻ ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അത് ഇല്ല പുള്ളിക്കാരൻ ഇനി പറഞ്ഞില്ലേ ഒരു 3 കിലോമീറ്റർ കൂടെ കാണും. അപ്പൊ അവിടുന്ന് പിന്നെ അടുത്ത വേറെ ആളായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇത്. അത് മാത്രമല്ല, വേറൊരു വലിയൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കത്തി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വേറൊരു വലിയ പ്രൊട്ടക്ഷനും കൂടെയാണ്. കാരണം സ്ത്രീകളല്ലേ ഇവര്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കണക്ക് കാടാണ്, കൊടും കാടാണ്. അപ്പൊ ഇങ്ങനെ അതെ പ്ലാസ്റ്റിക് ഒക്കെ എഴുതി വെക്കുന്ന കണക്ക് വേണമെങ്കിൽ എന്തോന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ക്യാമ്പ് എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മളിങ്ങനെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറെ നൈഫുകൾ വാങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ, വിൽക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് ക്യാമ്പിംഗ് നൈഫാന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പിന്നെ അല്ലാതെ പിന്നെ എപ്പോഴാണ് നമുക്ക് കത്തിയുടെ ആവശ്യം അല്ലേ? നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നൈഫിൻ്റെ അല്ലെങ്കിൽ കത്തിയുടെ ഒന്നും ആവശ്യം വരില്ല. പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നൈഫ് ഉപയോഗമുണ്ട്. പക്ഷേ അതവരിങ്ങനെ പിടിച്ച് വയ്ക്കുന്നത് ഇച്ചിരി അത്ര ഒരു സെറ്റായി തോന്നിയില്ല. പക്ഷെ അവിടെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഈ പറഞ്ഞ കണക്ക് പിടിച്ച് വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പിടിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് 200 രൂപ മേടിക്കും. എന്നിട്ട് ഈ കൊണ്ടുപോയ പ്ലാസ്റ്റിക് അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരുമ്പം മാത്രമേ ആ കാശ് കൊടുക്കുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന സഹയാത്രികരെ ആരെയും കാണാനില്ല കേട്ടോ. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ വലിയൊരു 12-13 പേരുടെ ടീമായിരുന്നത് ഇപ്പം എത്ര 3 പേരായി ചുരുങ്ങിപ്പോയി. അപ്പം അങ്ങനെയാണ്. നടത്തം എങ്ങനെയുണ്ട് ഷിയാൻഹി? ഇതുവരെ കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാം കൂടെ ഒരു 2-3 കിലോമീറ്ററൊക്കെ ആയി കാണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്കിംഗ് സെറ്റപ്പ്.